തിരുവനന്തപുരവും കൊല്ലവും ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പുണ്ട്. പല ഭാഗങ്ങളിൽ നിന്ന് മഴക്കെടുതിയുടെ ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും സ്ഥിതി രൂക്ഷം അത് ആറന്മുളയിലാണ്. ആറന്മുളയിൽ സ്ഥിതി അതീവ ഗുരുതരമാണ്. കാരണം റാന്നിയിൽ നിന്ന് വെള്ളമിറങ്ങി അത് ആറന്മുളയിലേക്ക് ചെന്നതിന് ശേഷമാണ് ഒഴിയുക. അപ്പോൾ വെള്ളമൊഴിയാതെ പ്രദേശം തുടരുകയാണ്. ആ ജനങ്ങളെയൊക്കെ മേഖലയിൽ നിന്ന്, അതായത് ഈ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന മേഖലകളിൽ നിന്ന് മാറ്റി താമസിപ്പിക്കാനുള്ള, ക്യാമ്പുകളിലേക്ക് അടക്കം മാറ്റി താമസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പക്ഷേ പലരും സ്വന്തം വീടുകളിൽ നിന്ന് മാറാൻ വിസമ്മതിക്കുന്നു എന്നതാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അമൽ തേനമറമ്പിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ആറന്മുളയിൽ നിന്ന് ചേരുന്നുണ്ട്. അമൽ, ആറന്മുളയിൽ ഇപ്പം റാന്നി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ആശങ്ക ആറന്മുളയാണ്. വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പമ്പയാർ വലിയ ആശങ്കയായി അവിടെ നിലനിൽക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യം എന്താണ്? മഴയെങ്കിലും മാറി നിൽക്കുന്നുണ്ടോ? മഴ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ വെള്ളത്തിന്റെ വരവിന് ഒരു കുറവുമില്ല. ഈ റാന്നിയിൽ നിന്നും ഇറങ്ങിയ വെള്ളം ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ ഇതുവഴി ഞാൻ പോയിരുന്നു. അവിടേക്ക് ഒരു തുരുത്തു പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു ദ്വീപ് പോലെ കിടക്കുന്ന സ്ഥലം. ചുറ്റും വെള്ളമാണ്. അവിടെ കുറേ അധികം ആളുകളെ ഇനിയും മാറ്റാനുണ്ട്. അവിടേക്ക് വള്ളങ്ങളും മറ്റുമൊക്കെ പോയിട്ടുണ്ട്. അവിടുന്ന് ആളുകളെ, പരമാവധി ആളുകളെ അവിടെ നിന്നും പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പക്ഷേ വെള്ളത്തിന്റെ വരവ്, ഞാൻ ഈ നിൽക്കുന്ന ഒരു റോട്ടിലാണെന്നൊക്കെ പറഞ്ഞാൽ ഈ ദൃശ്യം കാണുന്നവർക്ക് അത് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. പക്ഷേ മുഴുവൻ വെള്ളമാണ്. ഇന്നലെ വൈകുന്നേരത്തോടെ പൂർണ്ണമായും വെള്ളം ഇറങ്ങിപ്പോയിരുന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ അതല്ല അവസ്ഥ. വെള്ളം കൂടുതലായി അവിടേക്ക് വരുന്നു. ഈ കൂടുതൽ ഈ അകത്തു നിന്നുള്ള ആളുകളെ പുറത്തേക്ക് എത്തിക്കാനായി JCB, അതോടൊപ്പം തന്നെ ഓഫ് റോഡ് വാഹനങ്ങളൊക്കെ ഇവിടേക്ക് എത്തിച്ചുകൊണ്ടുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത്. പക്ഷേ അവിടെയുള്ള ആളുകൾ ഇപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കുന്നു. പല ആളുകളും പുറത്തേക്ക് പോകാൻ, ഇറങ്ങി വരാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത്, ഇത് ആറന്മുളയിലേക്ക് പോകുന്ന സ്ഥലമാണ്. അവിടേക്ക് ഒരു വിധത്തിലും കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. JCB പോലെയുള്ള വലിയ വാഹനങ്ങൾ മാത്രമാണ് ഇതുവഴി കടന്നു പോകുന്നത്. അബിൻ വർക്കിയുണ്ട്. അബിനെ, ഈ വെള്ളം എപ്പോഴത്തേക്ക് ഇറങ്ങും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്? അതായത് ഈ വെള്ളം ഇനിയിപ്പോൾ നമ്മുടെ ഡാം തുറന്നതിൻ്റെ ഒരടി വെള്ളവും കൂടെ മുകളിൽ വരാനുണ്ട്. ആ വെള്ളവും കൂടെ വന്നാൽ ആണ് സെറ്റിൽ ചെയ്ത് തുടങ്ങുള്ളൂ. സെറ്റിൽ ചെയ്ത് തുടങ്ങിയാൽ ഇനിയും കയറും, ഒരടി വെള്ളം കൂടെ കയറും. കാരണം അത് ഡാം തുറന്നതിൻ്റെ വെള്ളം ഇവിടെ എത്താൻ 2-3 മണിക്കൂർ നേരം എടുക്കും. അപ്പോൾ ആ വെള്ളം വന്നുമ്പോൾ ഒരടി വെള്ളം കൂടെ ഉയരും. ആ വെള്ളം കൂടെ ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ മഴയൊന്നും പെയ്തില്ലെങ്കിൽ സെറ്റിൽ ചെയ്ത് തുടങ്ങും. സെറ്റിൽ ചെയ്ത് തുടങ്ങിയാൽ ഒരു 1.5 ദിവസം എടുക്കും സെറ്റിൽ ചെയ്ത് തീരാൻ. കാരണം ആറന്മുളയുടെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് അങ്ങനെയാണ്. സെറ്റിൽ ചെയ്യാൻ 1.5 ദിവസം എടുക്കും. ആ 1.5 ദിവസം കഴിഞ്ഞ് പിന്നീട് ഇത് സെറ്റിലിംഗ് തുടങ്ങുന്നത്. കഴുത്തൊപ്പം വെള്ളത്തിലാണ് നടന്നു വരുന്നത്. വീട്ടിലെ സാധനങ്ങളൊക്കെ പരമാവധി മാറ്റി പോയിട്ടുണ്ട്. ഡാമിലെ വെള്ളം ഇനി വരണ്ടേ? വരാനൊരു സമയം എടുക്കുമല്ലോ. അത്രയും വെള്ളം കൂടി ഇനി ഇവിടെ കൂടാൻ സാധ്യതയുണ്ട്, ഇല്ലേ അമ്മലെ? ഇനി എത്ര പേരെ മാറ്റാനുണ്ട് അവിടുന്ന്? അല്ല, ഇവിടെ ഇനി എനിക്ക് തോന്നുന്നു ഒരു 10-15 കുടുംബത്തോളമാണുള്ളത്. അതിൽ പലരും നമ്മൾ മാറ്റാൻ ഇന്നലെയും ഇവിടെ ബോട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെയും നമ്മൾ മാറ്റാൻ ശ്രമിച്ചതാണ്. പലരും അത് മാറാനൊരു വിമുഖത, അത് വേറെ ഒന്നുകൊണ്ടല്ല. പലരും വെള്ളം വരില്ല എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് പലരും ഇരുന്നത്. പക്ഷെ വെള്ളം വന്നു കഴിഞ്ഞപ്പോഴുള്ള ഒരു പ്രശ്നമാണ്. എങ്കിലും മാറാൻ പറ്റുന്ന എല്ലാവരും 10% റിസ്ക് ഉള്ളവരെയൊക്കെ മാറ്റുകയാണ്. അതാണ് ഈ പ്രതിസന്ധി. നമുക്ക് ഇത് ആറന്മുളയിൽ നിന്നും പരമൂട്ടിൽപ്പടി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ നിന്നും ഉള്ളിലേക്കുള്ള പ്രദേശത്താണ് ഏറ്റവും വലിയ പ്രതിസന്ധി നിൽക്കുന്നത്. ആംബുലൻസ് ഒക്കെ പോകുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അവിടേക്ക് പോകുമ്പോൾ കൂടുതൽ ആംബുലൻസ് ഒക്കെ ആയതുകൊണ്ടാണ് ഇത് കടന്നു പോകുന്നത്. അവിടെ ബൈക്കിലൊക്കെ ആളുകൾ ഇപ്പോഴും വരുന്നുണ്ട്. ആളുകൾക്ക് പോലീസ് നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും ആളുകൾ വകവയ്ക്കുന്നില്ല എന്നുള്ളതാണ് പ്രതിസന്ധി. നമുക്ക് നേരെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു വീട്ടിൽ വെള്ളം കയറി കിടക്കുന്നു. ഒരാൾ നടന്നു വരുന്നുണ്ട്. അവിടെ നിന്ന് വരുമ്പോൾ മുട്ടപ്പം വെള്ളമാണ്. 2 കുഞ്ഞു കുട്ടികളൊക്കെ അവിടെ നിൽക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഇനിയും വെള്ളം ഉയർന്നാലും ഒരടി 2 അടി കൂടിയേ ഉയരൂ എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് പല ആളുകളും വീട്ടിൽ നിന്നും മാറാതെ ഇപ്പോഴും ക്യാമ്പുകളിൽ തന്നെ തുടരാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത്. അത് പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ളതാണ് MLA അടക്കമുള്ള ആളുകൾ പറയുന്നത്. ആറന്മുളയിലെ നേർക്കാഴ്ചയാണ് അമൽ നമ്മളുടെ മുമ്പിലേക്ക് എത്തിച്ചത്.